നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ മത്സരിക്കാൻ ആളെ പോലും കണ്ടെത്താൻ കഴിയാത്ത CPM-നെ പ്രതിരോധത്തിലാക്കി ഏറെ മുന്നേറാൻ കിട്ടിയ അവസരം PV അൻവറിന്റെ പേരിൽ കളഞ്ഞു കുളിക്കുന്നു UDF. UDF-ൽ കയറിക്കൂടാൻ ഭീഷണിപ്പെടുത്തിയും കരഞ്ഞും കാലുപിടിച്ചും നാടകം കളിക്കുന്ന PV അൻവറിന് മുന്നിൽ വഴങ്ങിയിട്ടില്ലെങ്കിലും സമവായ തീരുമാനം തള്ളി അൻവർ പരസ്യ പ്രതികരണം നടത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ ഇതുവരെ പരസ്യമായി അംഗീകരിക്കാത്ത അൻവറിനോട് ലീഗിനും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുമാണ് സെന്റിമെന്റ്സ് കൂടുതൽ. അത് മുതലെടുത്ത് VD സതീശനെ ഉന്നം വെച്ചുള്ള നീക്കം അൻവർ നടത്തുന്നു. മത്സരിക്കുമെന്നും മമതാ ബാനർജിയെ പോലും പ്രചാരണത്തിന് കൊണ്ടുവരുമെന്നും വീമ്പ് പറയുന്ന അൻവറിൽ തട്ടി ജയം കൈവിട്ടു പോകുമോ എന്ന ഭയത്തിൽ KC വേണുഗോപാൽ രക്ഷകനായി അവതരിക്കുന്നു. നിലമ്പൂരിലെ നാടകത്തിൽ അൻവർ UDF-നോടൊപ്പമല്ലാതെ എങ്ങോട്ട് പോകാൻ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീ KPO റഹ്മത്തുള്ള, ശ്രീ CK ഷാക്കിർ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ. നിലമ്പൂരിൽ നാടകീയമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PV അൻവർ ഏത് രീതിയിലും UDF-ൽ കയറി പറ്റുവാനുള്ള ഒരു ധൃതിയിലാണ് ഇപ്പോഴുമുള്ളത്. ആ നീക്കമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ PV അൻവർ ഈ മാസം 2-ന് തന്നെ UDF-ലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ UDF യോഗത്തിന് ശേഷം ഉണ്ടായിരുന്നു. UDF-ൽ ഒരു അസോസിയേറ്റ് അംഗമായിട്ടെങ്കിലും PV അൻവറിനെ എടുക്കുമെന്ന്, സഹകരണമാകാമെന്നാണ് കോഴിക്കോട്ടെ യോഗത്തിൽ ഈ മാസം 2-ന് തീരുമാനിച്ചത്. പക്ഷേ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കാം എന്ന് VD സതീശൻ ഏറ്റിരുന്നു എന്നാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. പിന്നീട് VD സതീശൻ വാക്കുമാറ്റി എന്നാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. VD സതീശൻ വിശദമായി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്, അതിനാൽ വാർത്താ സമ്മേളനം താൻ നടത്തിക്കോളാം എന്ന് ഏറ്റതാണെന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ പിന്നീട് വാക്ക് മാറ്റി VD സതീശനെന്ന്. UDF-ൽ കടന്നുകൂടാനുള്ള ശ്രമങ്ങൾ അൻവർ തുടങ്ങിയിട്ട് 4 മാസമായി. UDF-ൽ കടന്നുകൂടാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അസോസിയേറ്റ് അംഗമായിട്ടെങ്കിലും കയറി പറ്റുവാനുള്ള ശ്രമമാണ്. പക്ഷേ ഇന്നലെ രാത്രി ലീഗിന്റെ മധ്യസ്ഥതയിൽ സമവായ ശ്രമം ഉണ്ടാവുകയും അത് വിജയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് പൊടുന്നനെ വാർത്താ സമ്മേളനം നടത്തിയ PV അൻവർ VD സതീശനെതിരെ രംഗത്ത് വരികയായിരുന്നു. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മോശക്കാരനായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലീഗിന്റെ ഇടപെടലിലാണ് ഒത്തുതീർപ്പുണ്ടാക്കിയത്. എന്നാൽ പിന്നീടും PV അൻവർ ഇതേ രീതിയിൽ തന്നെ VD സതീശനെതിരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ഉള്ള നിലപാട് ഇന്ന് വാർത്താ സമ്മേളനത്തിലും ആവർത്തിക്കുകയായിരുന്നു. നിലമ്പൂരിൽ സഹകരിക്കാം എന്ന് PV അൻവർ പറയട്ടെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം തന്നെയാണ് KC വേണുഗോപാൽ ചർച്ച നടത്തും PV അൻവറുമായിട്ട് എന്ന കാര്യം കൂടി വന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. സതീശനെതിരെ വിമർശനം നടത്തിയ PV അൻവർ ഇന്ന് സതീശനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എങ്ങനെ തനിക്ക് അസോസിയേറ്റ് അംഗമായിട്ട് ഇതുവരെ UDF-ൽ കയറിപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് PV അൻവർ പറഞ്ഞത്. PV അൻവറിന്റെ പ്രതികരണം കേൾക്കാം. ലീഡർഷിപ്പ് ഈ മാസം 2-ാം തീയതി കോഴിക്കോട് യോഗം ചേർന്ന് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ചു പോകാൻ വേണ്ടി UDF നേതൃത്വം തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പ്രഖ്യാപനം ബഹുമാനപ്പെട്ട MM ഹസൻ അന്നത്തെ UDF കൺവീനർ എന്ന നിലക്ക് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് പത്രക്കാരായ നിങ്ങളോട് പറയുകയും UDF ചെയർമാനായ VD സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് PV അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വിവരവുമില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മാസം 15-ാം തീയതി അദ്ദേഹത്തിന്റെയും എന്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ 2026-ൽ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എടുക്കേണ്ട നിലപാടുകളും കാഴ്ചപ്പാടുകളും വിശദമായിട്ട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ഉച്ചഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിയുന്ന സമയത്ത് ഈ 15-ാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ
ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി. അതല്ല, അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പിന്നെ ഒരു വിവരമില്ല, എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല. ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ച് പോകണം, വലിയ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. ഇതാണ് PV അൻവറിന്റെ വാക്കുകൾ. അവിടെ VD സതീശൻ വാക്ക് തെറ്റിച്ചു എന്നാണ് അൻവർ പറയുന്നത്. ഇപ്പോഴും അൻവർ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും UDFൽ കയറിക്കൂടാൻ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അൻവർ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? അല്ല, നോക്കൂ, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്, അൻവർ UDFന്റെ ഭാഗമാകും, അത് വരും ദിവസം ഞാൻ തന്നെ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മാറ്റം ഉണ്ടായിട്ടില്ല. 2, അങ്ങനെ അറിയിക്കുമെന്ന് പറഞ്ഞതിന് സാവകാശം പോലും കൊടുക്കാതെ എടുത്തിയാടിയത് അൻവറാണ്. അദ്ദേഹത്തിന്റെ വിവിധ പ്രസ്താവനകൾ നമ്മൾ കണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിന്റെ ധൃതിയും അദ്ദേഹത്തിന്റെ ഒരു അനാവശ്യമായ ഒരു എടുത്തിയാട്ടവും ഒക്കെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവാം. അദ്ദേഹത്തെയും പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സർക്കാരിന്റെ നെറുകേടിനെതിരെ ഒരു പോർമുഖം തുറന്നുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിൽ നിന്ന് തന്നെ സർക്കാരിന് വേണ്ടി കൈ ഉയർത്തിയിരുന്ന LDFന്റെ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന, അതിനേക്കാളൊക്കെ ഉപരി LDFന്റെ സൈബർ മുഖത്തിന്റെ നേതാവായിരുന്ന ആളാണ് PV അൻവർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം UDFനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഇതുവരെ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ അൻവറിന്റെ പുറകെ എന്തിനാണ് ഇനി നടക്കുന്നത്? കാരണം PV അൻവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ലീഗിന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നിരുന്നു. അബ്ദുൽ വഹാബിന്റെ വീട്ടിലും ചർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം കാര്യങ്ങളെല്ലാം ഒരു സമവായ രീതിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ഷൗക്കത്തിനെ അദ്ദേഹം അംഗീകരിക്കാമെന്ന് ഏറ്റതാണ്, അസോസിയേറ്റ് അംഗമാക്കാമെന്ന ഉറപ്പ് അൻവറിനും കിട്ടിയതാണ്. പക്ഷെ നേരം വെളുത്തപ്പോൾ അൻവർ നിലപാട് മാറ്റി വാർത്താ സമ്മേളനം നടത്തി. അതിലും ഷൗക്കത്തിനെ അംഗീകരിച്ചിട്ടില്ല. സതീശൻ വാക്കുമാറ്റി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും KCയെ ഇറക്കി നിങ്ങൾ വീണ്ടും അൻവറിന്റെ പുറകെ നടക്കുകയാണ് എന്ന പ്രതീതിയാണ് വരുന്നത് കേട്ടോ. അൻവർ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയില്ലേ? അങ്ങനെയാണോ UDF കരുതി വെച്ചിരിക്കുന്നത്? സംശയം വേണ്ട. UDFന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കേണ്ട അൻവർ അല്ല, അത് ജനങ്ങളാണ്. അവർ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ തന്നെ ചർച്ചയിലിരുന്നപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട് ക്ലിയറായി പറഞ്ഞല്ലോ, ഏതാണ്ട് 2900 പരം വോട്ടിന്റെ ലീഡ് മാത്രമാണ് അൻവറിന് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ 2900 വോട്ടാണ് ഈ അൻവർ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. പിന്നെ 8100 സംതിങ് വോട്ട് BJP-യുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും നിർത്തിയാലും ആ വോട്ട് CPM-ന് കിട്ടാനുള്ളതാണ്. അപ്പൊ ടോട്ടൽ ഏതാണ്ട് 11,000 വോട്ട് ഓവർകം അതൊക്കെ ഞങ്ങളൊരു സംശയമില്ല. ഞാൻ അങ്ങ് ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് അൻവറിനോട് ഇത്രമാത്രം സംയമനം പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ, UDF ഒരു ബഹുജന പ്രസ്ഥാനമാണ്, UDF ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും അതിനോട് സഹകരിക്കാൻ താല്പര്യപ്പെടുന്നവരെ സഹകരിപ്പിച്ചു കൊണ്ടുപോവുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, സഹകരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അൻവർ നിലവിൽ UDFന്റെ അംഗമല്ല. അപ്പൊ അദ്ദേഹത്തിന് എന്തും പറയാം. പക്ഷേ വൺസ് അദ്ദേഹം UDFന്റെ അംഗമായാൽ അല്ലെങ്കിൽ അംഗമാകണമെങ്കിൽ സ്വാഭാവിക UDF പരിപാടി UDFന്റെ രാഷ്ട്രീയ രേഖ UDF അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയും അംഗീകരിക്കണം. അല്ലാതെ ഒരു കാരണം UDF ചേർന്നല്ല ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, KC വേണുഗോപാൽ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഈ പാർട്ടിയിലെ രണ്ടാമനാണ്, വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് എന്താണ് പറഞ്ഞത്? ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുമ്പോൾ നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്,
ഞാൻ ആ വാർത്ത പൂർണ്ണമായും കണ്ടിട്ടില്ല. എനിക്ക് ഇവിടുത്തെ PCC അധ്യക്ഷനും CLP ലീഡറുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിനുശേഷം പ്രതികരിക്കാം എന്നാണ്. പക്ഷെ പിന്നെയും നിങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അൻവറിനെ അങ്ങനെ വഴിയിൽ നിർത്തണമെന്നുള്ള ആഗ്രഹമൊന്നും ആർക്കുമില്ല. വഴിയിൽ നിർത്തണമെന്ന് അതായത് PV അൻവറിനെ കൂടെ കൂട്ടണം തന്നെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അൻവർ കാല് പിടിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് ശ്രീ റഹ്മത്തുള്ള? ശരിക്കും PV അൻവർ UDFനോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രതീതിയാണ് വരുന്നത്. പക്ഷേ അൻവറിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു. അൻവറിന് കോൺഗ്രസ് വഴങ്ങാനൊന്നും പോകുന്നില്ല, അൻവർ വരട്ടെ, വന്ന് ഞങ്ങളോട് സഹകരിക്കട്ടെ എന്ന നിലപാടായിരിക്കുമെന്ന്. പക്ഷെ പിന്നീട് ഇപ്പോൾ കളം മാറുകയാണല്ലോ. അൻവർ വേണമെന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണല്ലോ. അതെന്താണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഭയം? ഇപ്പോൾ SDPI സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുന്നു, BJPയുടെ സ്ഥാനാർത്ഥി വരുന്നില്ല. ഇതൊക്കെ കോൺഗ്രസിനെ അലട്ടുന്നുണ്ടോ? അതല്ല അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDFനും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ടോ? അതാണോ കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചങ്ങോട്ട് അൻവർ വരണം എന്ന രീതിയിൽ പ്രതികരിക്കുന്നതിന് കാരണം? ലീഗാണെങ്കിൽ അൻവർ വേണം എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ്. അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാണ് എന്ന കാര്യം ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ UDF ഉന്നതാധികാര സമിതി യോഗം ഈ മാസം 2-ാം തീയതി അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കണമെന്ന് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആക്കണമെന്ന് തീരുമാനിച്ചത്. അത് വാർത്താ സമ്മേളനത്തിൽ പറയാതെ VD സതീശൻ അലസമായി പലതും ചെയ്തപ്പോഴാണ് 15-ാം തീയതി PV അൻവർ അങ്ങോട്ട് പോയി അദ്ദേഹത്തെ കണ്ട് ഇക്കാര്യം 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞത്. അത് ചെയ്തില്ല എന്നതാണല്ലോ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ ആകത്തുക. മാത്രമല്ല, കോൺഗ്രസിൽ ഇപ്പോൾ VD സതീശനല്ലാത്ത എല്ലാ നേതാക്കളും, ഞാൻ കൃത്യമായിട്ട് പേരുകൾ തന്നെ പറയാം, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, അതുപോലെ തന്നെ K സുധാകരൻ, K മുരളീധരൻ, ഇവരൊക്കെ അൻവറിനോട് അനുനയത്തിൽ സംസാരിക്കുന്നു. AICCയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി തന്നെ അൻവറിനെ വഴിയിൽ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. കോൺഗ്രസിനും UDFനും മുസ്ലിം ലീഗിനും ഒക്കെ കൃത്യമായിട്ടറിയാം ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ പിന്തുണയില്ലാതെ ഈസിയായി ജയിച്ചു കയറാൻ കഴിയില്ല എന്നത് വ്യക്തമായ വസ്തുതയാണ്. PV അൻവറിനെ ഒരു ദിവസം LDF കൊണ്ടുവന്നതല്ല. ഒറ്റക്ക് നിന്ന് വയനാട്ടിൽ മത്സരിച്ചു, ഒറ്റക്ക് നിന്ന് സ്വതന്ത്രനായി ഏറനാട് മണ്ഡലത്തിൽ മത്സരിച്ചൊക്കെ വലിയ വോട്ട് സ്വന്തമായിട്ട് പിടിച്ചപ്പോഴാണ് CPM അദ്ദേഹത്തെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. വിദേശത്തുണ്ടായിരുന്ന വോട്ടർ പട്ടികയിലെ മുഴുവൻ ആളുകളെയും നാട്ടിലെത്തിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ 11,000 വോട്ടുകൾക്ക് അദ്ദേഹം തോൽപ്പിച്ചത്. 2-ാം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ് മാത്രമാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നത്. എന്നിട്ടും അദ്ദേഹം 2,700 വോട്ടിന് ജയിച്ചു. അപ്പോൾ അൻവറിന്റെ ഇമ്പാക്റ്റുകളും അൻവറിന്റെ തന്ത്രങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വളരെ വലുതാണ്. ഒരിക്കലും നിലമ്പൂർ നഗരസഭ CPMന് പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അൻവർ മുന്നിൽ നിന്നപ്പോഴാണ് സാധിച്ചത്. മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് മുമ്പ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, അല്ല റഹ്മത്തുള്ള, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഈ കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ അൻവറിന്റെ പ്രശ്നം ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാണ് UDF? അത് ആരുടെ പ്രശ്നമാണ്? ഇപ്പോൾ സതീശനാണോ ഇതിൽ അൻവർ വേണ്ട എന്ന രീതിയിലുള്ള ഒരു ഉടക്ക് വെക്കുന്നത്? അങ്ങനെയും കരുതാൻ പറ്റില്ലല്ലോ. സതീശന്റെ വാക്കുകളും അങ്ങനെയൊന്നുമല്ല. സതീശൻ പറഞ്ഞ കൃത്യമല്ലേ, അൻവർ ഞങ്ങളുമായി സഹകരിക്കട്ടെ എന്നല്ലേ. അതല്ലാതെ ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെ ഒരാളെ സഹകരിപ്പിക്കുക? അൻവറിനെ പാർട്ടി നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുത്ത വാക്കുകൾ പാലിക്കാൻ പ്രതിപക്ഷ നേതാവിനും UDFനും വ്യക്തമായ ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം പുറത്തു പറയാൻ VD സതീശനെ ഏൽപ്പിച്ചതും അക്കാര്യം UDF കൺവീനർ MM ഹസൻ പറഞ്ഞത്. ആ വാക്ക് പാലിക്കാതെ എന്തിനാണ് VD സതീശൻ അലസതയുമായി നടന്നത് എന്ന ചോദ്യം ഇവിടെ നമ്മൾ ഉയർത്തണം. എന്തായാലും ഒരു കാര്യമാണ്, കോൺഗ്രസും മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും നിലമ്പൂരിൽ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്കൊക്കെ കൃത്യമായിട്ടറിയാം PV അൻവർ എതിർപക്ഷത്തോ അല്ലെങ്കിൽ മറുപക്ഷത്തോ ഉണ്ടായാൽ PV അൻവറിന്റെ പിന്തുണയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറാൻ കഴിയില്ല എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വം
അൻവറിന്റെ പിന്നാലെ നടക്കുന്നത് എന്നതാണ് സത്യം. പക്ഷെ അൻവർ കാല് പിടിക്കുകയാണ്. അതുകൊണ്ട് അൻവർ കാല് പിടിക്കുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. അൻവർ തന്നെ പറയുകയാണ്, ഞാൻ കാല് പിടിച്ചു UDF-ന്റേതെന്ന്. അൻവറിന്റെ ആ വാക്കുകൾ കേൾക്കാം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞത്. ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെന്ന് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ, അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവര്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, റഹ്മത്തുള്ള പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, സതീശൻ വാക്ക് മാറ്റി എന്നാണ്. അല്ല, അവിടെ ഞാൻ കൈ ഉയർത്തിയിരുന്നു, അങ്ങനെ ശ്രദ്ധിച്ചു കാണും. ഞാൻ കൈ ഉയർത്തിയത് ഒരു ക്രോണോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്നതിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ ലീഡർഷിപ്പ്, അപ്പോൾ പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ ആർക്കേവിലുണ്ട്, പ്രതിപക്ഷ നേതാവ് പറയുന്നു അൻവർ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു അൻവറിന്റെ കാര്യത്തിൽ എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അൻവർ UDF-നോട് സഹകരിക്കും, UDF-ന്റെ ഭാഗമാകും, അതിനെപ്പറ്റി വളരെ കൃത്യമായി വരും ദിവസങ്ങളിൽ ഞാൻ തന്നെ നിങ്ങളോട് പറയും എന്ന് പറയുന്നു. ഇത് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഒന്ന് തിരിഞ്ഞു നടന്ന് അടുത്ത മണിക്കൂറിൽ കോൺഗ്രസ് അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അമ്പും വില്ലുമായി ഇറങ്ങി അൻവർ. നിങ്ങൾ കണ്ടതല്ലേ? അപ്പൊ അങ്ങനെ ഒരാളെ പിറ്റേ ദിവസം പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്, ഏത് UDF-ന്റെ അസോസിയേറ്റ് മെമ്പർ ആക്കി ഇരിക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി അൻവർ നടത്തിയ പ്രതികരണങ്ങൾ ഒരു മുന്നണിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ? സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അല്ലാത്ത UDF-ലെ നിലവിലെ മെമ്പർ അല്ലാത്ത ഒരാൾ പരസ്യമായി അസഭ്യം പറഞ്ഞാൽ അത് കേട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തെ ഒരു കുഴപ്പമില്ല, ഇന്ന് വന്നു കയറിയിരുന്നോളൂ എന്ന് പറയുന്നതിന്റെ അകത്തൊരു ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഇത് ഇത്രമാത്രം വൈകിപ്പിച്ചത്. ശ്രീ റഹ്മത്തുള്ള അല്ല, അതിനെതിരെയുള്ള കടുത്ത നിലപാട് എടുക്കുകയും ചെയ്തു. നല്ല നിലപാടായിരുന്നു കോൺഗ്രസിന്റെ. അൻവർ ഇങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം, സഹകരിക്കണമെങ്കിൽ സഹകരിക്കുക, സഹകരിച്ചു കഴിയുമ്പോൾ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാമെന്ന്, അതല്ലെങ്കിൽ പടിക്ക് പുറത്ത് എന്നുള്ള സന്ദേശവും നൽകിയതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാര്യങ്ങൾ അൻവറിനോട് അങ്ങോട്ട് അപേക്ഷിക്കുന്ന രീതിയിലായി പോകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. KC-യുടെയൊക്കെ വാക്കുകൾ അങ്ങനെയാണ്. KC-യെ കൊണ്ടിറക്കിയത് എന്തോ അൻവറുമായിട്ട് എന്തോ സമവായം ഉണ്ടാക്കാനാണ് എന്നൊക്കെ ധാരണ വരുമ്പോൾ അവിടെ കോൺഗ്രസ് അൻവർ ഇല്ലെങ്കിൽ പ്രശ്നമാകുമോ എന്നുള്ളൊരു ഭയം നിഴലിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. തെറ്റല്ലേ ശ്രീ PV അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാലിനെ പോലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ഒരാൾ രാത്രിക്ക് രാത്രി വിമാനം കയറി കരിപ്പൂരിൽ വരുമെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അത്രയ്ക്ക് വലിയ ആനയൊന്നും അല്ലെന്ന് അൻവർ, അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല അൻവർ. സുധാകരൻ പറഞ്ഞത് അൻവറിന്റെ പുറയിൽ ആളുണ്ടെന്നൊക്കെയാണ്. എന്തിനാണ് അൻവറിന്റെ ഇങ്ങനെ വില കൂട്ടുന്നത് സുധാകരൻ എന്ന് അറിയില്ല. ശ്രീ CK ഷാക്കിർ, ഇന്നലെ രാത്രി ലീഗിന്റെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പ് നടന്നിരുന്നുവല്ലോ അല്ലേ? അങ്ങനെ ഒരു സമവായം ഉണ്ടായതിനു ശേഷം എന്തു പറ്റി അൻവറിന് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ലീഗ് ഇടപെട്ടിട്ടും എന്തുകൊണ്ട് അൻവർ സതീശിനെതിരെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് അത് മുന്നണി നേതൃത്വത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. എന്നിട്ടും അൻവറിന്റെ പുറകെ നടക്കുകയാണോ? അല്ല, നമ്മൾ ഈ നേരത്തെ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ചർച്ചയെ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് അങ്ങനെ കാണേണ്ടതില്ല. അവിടെ UDF എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു ഘടകകക്ഷികളുമാണ്.
കോൺഗ്രസിന്റെ UDFന്റെ സീറ്റാണ് നിലമ്പൂരിൽ കാലങ്ങളായി കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് ജയിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അൻവറിനോട് ജയിക്കാൻ പറ്റിയത്. സ്വാഭാവികമായും അൻവർ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ശേഷം പിണറായി വിജയനുമായി അല്ലെങ്കിൽ LDFുമായി തർക്കമുണ്ടാക്കി അവസാന വർഷം പുറത്തു വന്നിട്ട് അദ്ദേഹം ഈ MLA സ്ഥാനം രാജിവെച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ആ നിയോജകമണ്ഡലത്തിൽ വിലയുണ്ടാകും. ആ വില സ്വാഭാവികമായും CPM-നകത്തു നിന്നുള്ള ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളുടേതാണ്. അതുകൂടി UDFിലേക്ക് വന്നാൽ, പ്രത്യേകിച്ചും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഈ പിണറായി വിജയന്റെ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ആ രീതിയിലുള്ള ഒരു പങ്കാളിത്തം മറ്റു ആളുകൾക്ക് കൂടി ഉണ്ടാകുന്നത് ഗുണകരമാണ് എന്നുള്ളതാണ് UDFിലെ പ്രധാനപ്പെട്ട ആളുകളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അനുകൂലിച്ചാലോ പ്രതികൂലിച്ചാലോ UDF അവിടെ പരാജയപ്പെടുമെന്നുള്ള ഒരു ആശങ്കയും UDFിനില്ല. എന്നാൽ അൻവറിനെ പോലെയുള്ള ആളുകളൊക്കെ കൂടെ നിന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയും. മാത്രവുമല്ല, പിണറായി വിജയന്റെ ഈ ദുർഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്ന ഇടതുപക്ഷ MLA ആണ് PV അൻവർ. ആ അൻവറിനെ കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പാളയത്തിൽ എത്തിച്ചാൽ അത് കേരളീയ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കും എന്ന് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുഖത്ത് ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ ഈ നിലമ്പൂരിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, പിണറായി വിജയന്റെ 9 വർഷത്തെ ഭരണമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ രാഷ്ട്രീയമായി ചർച്ച നടക്കട്ടെ. പക്ഷെ നിങ്ങളാണ് ഈ അനാവശ്യമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്, ഈ അൻവർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളാണ്. അല്ല, ആര് പറഞ്ഞു? നിങ്ങൾ ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ചർച്ചയെ ഉണ്ടാകുമായിരുന്നില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടും നിർണായകമാണ്. ഒരു വോട്ടിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി 2 തവണ MLA ആയ, നിലവിലെ MLA ആയിരുന്ന ഒരു വ്യക്തി ഈ UDFിനകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കേരളീയ സമൂഹത്തിന് ഒരു പുതിയ നല്ല സന്ദേശം നൽകുമെന്നാണ്. കാരണം അകത്തു നിന്നുള്ളവനാണ്. UDF ഭരണത്തിലെത്തിയാൽ മന്ത്രിയാകണമെന്നുള്ള ഒരു ആഗ്രഹം പുലർത്തുന്ന വ്യക്തി, അതിനുവേണ്ടിയുള്ള ഉറപ്പ് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ മുട്ടുമടക്കുന്നത്. അത് ലീഗാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ഈ വ്യക്തിക്ക് വേണ്ടി UDF വഴങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അത്ര ശക്തമായിട്ടുള്ള ഒരു ആവശ്യമൊന്നും ഉന്നയിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ മഞ്ജുഷിന്റെ വ്യാഖ്യാനത്തിന് അത് ഏതെങ്കിലും പാർട്ടിയുടെ പിറകിൽ വെക്കല്ലേ? സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു മുന്നണിയും പാർട്ടികളും ഒക്കെയാണ്. നിങ്ങൾ ഇന്ന് എന്താ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്? ഞാൻ എന്റെ അഭിപ്രായത്തിൽ കേരളീയ സമൂഹം കാത്തിരിക്കുന്നത്, നിലമ്പൂരിലെ വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത്, കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാന ഘടകകക്ഷി മത്സരിക്കുന്ന ഒരു സീറ്റിൽ ഇത്ര ദിവസമായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും രാത്രിയും പകലും ഒക്കെ ചൂട്ട് കത്തിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ. അപ്പൊ അതുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതല്ല, മാധ്യമങ്ങളെ കുറ്റം പറയരുത് അതിനകത്ത്. നിങ്ങൾ ഈ അൻവർ എന്ന് പറഞ്ഞ അയാളുടെ പുറകെ നടക്കണകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. LDFിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുമുണ്ട്. അല്ലല്ല, അതേ സമയത്ത് നിങ്ങൾ ഈ അൻവറിന് വേണ്ടി അൻവർ വന്നാലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നതാണ്. കഷ്ടമാണത്. ഒരു മിനിറ്റ് പ്ലീസ്. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുകയും ചർച്ച നടത്തുകയും ചെയ്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആക്ഷേപിക്കുന്ന PV അൻവറിനെ വിളിച്ചിരുത്തി സൽക്കരിക്കുവാൻ PK കുഞ്ഞാലിക്കുട്ടിക്കൊന്നും ഒരു മടിയുമില്ല. ഇന്നലെ രാത്രിയും ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയല്ലോ. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പറയാൻ സമ്മതിക്കും. ഒരു മിനിറ്റ്. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് സ്വാഭാവികമായും നമ്മൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് തേടിയ വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോസസ് നടക്കുന്നുണ്ട്. ആ മുന്നണിയിലെ നേതാക്കന്മാരും പ്രവർത്തകരും മറ്റു തരത്തിൽ ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ മുന്നണിക്ക് അനുകൂലമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് വിധി എഴുതാൻ സാഹചര്യം ഒരുക്കും. അത് ജനാധിപത്യ മര്യാദയല്ലേ? പ്രത്യേകിച്ചും അൻവർ എന്ന് പറയുന്നത് ആരാണ്? CPM 2 തവണ കേരള നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചയാളാണ്. അദ്ദേഹമാണ് ഇപ്പൊ പിണറായി വിജയന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുവായി ഈ ദുർഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തോട് ചർച്ച നടത്തുന്ന പാതകമാണ്. അതല്ല, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷം ഒരു MLA ഉണ്ടായിരുന്നില്ല എന്നുള്ളത് UDFന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണ്. അതുകൊണ്ട് അല്ലല്ല, അപ്പൊ അൻവറിന് വേണ്ടി നിങ്ങളിങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മുദ്രാവാക്യം മാറ്റി വെക്കേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെയുള്ള അണികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുൻപ് അണികൾ പറഞ്ഞത് അങ്ങനെയാണ്. അൻവറിനെ കുറിച്ചാണ്, അൻവറിനെതിരെയാണ് അവർ സംസാരിച്ചത്. അല്ല, അൻവറിനെതിരെ ഈ കഴിഞ്ഞ 9 വർഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ പരാജയമാണ്, സംശയമില്ലല്ലോ.
അതിൽ ആർക്കാ സംശയമുള്ളത്? അത് PV അൻവറിന്റെ പരാജയം കൂടിയാണ്. തന്നെയാണ്. അല്ല, PV അൻവർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയമാണ്. അത് നമ്മൾ പറയുന്ന കഴിഞ്ഞ ദിവസം UDF നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പരാജയം ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി ശ്രീ ആരാധൻ ചൗക്കത്ത് പറഞ്ഞല്ലോ, എന്റെ പിതാവ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ, പുതിയ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ഐക്യജനാധിപത്യ മുന്നണി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ എന്താണ്? ഇവര് പരാജയം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ഇന്നലെ ഇതേ ചർച്ചയിൽ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് ന്യൂസ് 18 പോലെയുള്ള ചാനൽ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ ആരാണ് ചർച്ചയ്ക്കെടുക്കുന്നതെന്നല്ലേ? നിങ്ങൾ നോക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുറമുഖം, കേരളത്തിലെ 6 സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ഈ ജനസമ്പർക്ക പരിപാടി, ഇങ്ങനെ ഒടുവിലത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. എന്നാൽ ഈ ഗവൺമെന്റ് 9 വർഷമായി ഒരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നു. ബലദേവ് സച്ചിദാനന്ദൻ LDFന് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിലമ്പൂരിൽ കിട്ടിയിട്ടില്ല. UDF പക്ഷേ അക്കാര്യത്തിൽ എത്രയോ മുന്നിലെത്തി, ഒരു വാഗ്ദാനം അവർ പാലിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന്, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. LDFന് എന്തുകൊണ്ട് ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല? ഇടതുമുന്നണിയും UDFും തമ്മിൽ ആ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുള്ള കാര്യം മഞ്ജുഷിന് തന്നെ അറിയാം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് LDF നേതൃത്വമാണ്, ആ പാർട്ടിയല്ല പ്രഖ്യാപിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് 24 മണിക്കൂർ സമയം പോലും വേണ്ട. അത് പാർട്ടിയുടെ കമ്മിറ്റി കൂടി, CPMന്റെ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും അത് LDF നേതൃത്വത്തെ അറിയിക്കുകയും 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വരികയും ചെയ്യും. അപ്പോൾ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. പിന്നെ നിലമ്പൂരിനെ സംബന്ധിച്ച് PV അൻവർ വിഷയം ഞങ്ങളുടെ ഒരു വിഷയമല്ല. കാര്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന്, ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും ഞങ്ങളെല്ലാവരും ആക്ഷേപിച്ചുകൊണ്ട് പുറത്തുപോയ ഞങ്ങളുടെ ഒരു തലവേദന അവിടെ തീരുകയാണ് ചെയ്ത് അൻവർ പുറത്തുപോയതിലൂടെ. പിന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി, അത് ഫ്യൂച്ചർ രാഷ്ട്രീയം എന്തോന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു കാര്യം, 2 കാര്യങ്ങളെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അൻവർ തന്നെ ഒരു കാര്യം പറഞ്ഞ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ നിലമ്പൂരിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്ത്. ഇത് UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ പിന്തുണയും കൊടുത്ത, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്ത UDFന്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന അതിലത്തെ അംഗമല്ലെങ്കിലും PV അൻവർ തന്നെയാണ് പറയുന്നത്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന അൻവർ പറയുന്നു ആ മണ്ഡലത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്ത്. മറ്റൊന്ന്, നിലമ്പൂരിനെ സംബന്ധിച്ച് കേരളത്തിൽ മൊത്തത്തിലൊരു ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാലികാറാമലയാണ്. അത് ആ മണ്ഡലത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാത്തതുകൊണ്ടാണ്. 1965 ഈ നിയോജകമണ്ഡലം നിലവിൽ വരുന്നത്. 65 അവിടെ CPMന്റെ ടിക്കറ്റിൽ നിന്ന് K കുഞ്ഞാലി ജയിച്ചു. 67 വീണ്ടും K കുഞ്ഞാലി ജയിച്ചു. 70 അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത് കുഞ്ഞാലി. അതിനുശേഷമാണ് ആ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടുന്നത്. 82 അവിടെ TK ഹംസ ജയിച്ചു, 2 പ്രാവശ്യം അൻവർ ജയിച്ചു. അപ്പോൾ ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം 5 പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് തന്നെ മേൽക്കൈ കിട്ടുന്ന ഒരു മണ്ഡലം തന്നെയാണ് അത്. PV അൻവറിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു, ഒരു ഇടത് സ്വതന്ത്രനിലൂടെ എന്നേ ഉള്ളൂ. അത് അൻവറിന്റെ ക്രെഡിറ്റിലേക്കാണ് പോയതും ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ. ഇപ്പോൾ അൻവർ ഇല്ലാത്തപ്പോൾ ഇപ്പോൾ മേൽക്കൈ അവിടെ UDFന് തന്നെയാണ്. അതവർ കളഞ്ഞു കുളിക്കുന്നുണ്ടോ എന്നതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ഇതുവരെ കഴിയാതിരുന്നത്. അല്ല, അങ്ങനെയല്ല. വൈകി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അല്ല, സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കാൻ കഴിയുമെന്നൊക്കെ മേനി പറയുമ്പോൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഒരു മണ്ഡലത്തിലേക്ക് നിർത്തുമ്പോൾ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി കൊണ്ട് നിർത്തുകയല്ലേ ചെയ്യുന്നത്. അല്ലല്ല, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ഇന്നോ ഇന്നലെയോ അറിഞ്ഞ കാര്യമൊന്നും അല്ലല്ലോ. ആയിരിക്കാമല്ലോ. അല്ലല്ല, നിങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വൈകുന്നത് അത് കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മത്സരിക്കാൻ ആരും തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ കേരളത്തിലില്ലെന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ചാൽ ആരാ അവിടെ മത്സരിക്കാത്ത? ആ പാർട്ടിയിലുള്ള പാർട്ടി മെമ്പർ മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി നിൽക്കുന്നത് വരെ ഇന്ന് AKG സെന്റർ തീരുമാനം എടുത്താൽ നാളെ ഒരു മത്സരിക്കാൻ തയ്യാറാവും. ഒരാൾ പറയത്തില്ല എനിക്ക് പാർട്ടി തീരുമാനത്തെ അതിലേക്കിച്ചുകൊണ്ട് അത് ഇത് കോൺഗ്രസ് അല്ല CPM എനിക്ക് മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള ആൾ തീരുമാനിച്ച ആരെങ്കിലും പറയും? സ്ഥാനാർത്ഥി വേണോ അതോ പൊതുസ്വതന്ത്രൻ വേണോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ മത്സരം വേണോ എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ മത്സരത്തിലുള്ള ആരോഗ്യം നിലമ്പൂരിൽ CPMനും LDFനും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് അതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും മലപ്പുറം മൊത്തത്തിൽ പല യോഗങ്ങളിലും ഈ മണ്ഡലത്തിന് നമുക്കറിയാം നിലമ്പൂർ നിയമസഭ കൂടാതെ മുനിസിപ്പാലിറ്റി കൂടാതെ 7 പഞ്ചായത്തുകളുണ്ട്. വഴിക്കടവ്, പോത്തൂർ ഉൾപ്പെടെ, മൂത്തേടം ഉൾപ്പെടെ, എടക്കര ഉൾപ്പെടെ 7 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെ നിർണായകമായ സ്വാധീനം CPMനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു മുസ്ലിം. പക്ഷെ അവിടെ കോൺഗ്രസിന് ആ പഞ്ചായത്തുകളിൽ ഈ 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി നിർണായകമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയല്ല.
UDF ശക്തമായ സ്വാധീനമുള്ള മുസ്ലിം ലീഗിന് അവിടെ പല മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി CPM ആണ്. അതുകൊണ്ട് തന്നെയാണ് 65-ലും 67-ലൊക്കെ CPM-ന്റെ സ്ഥാനാർത്ഥി CPM ടിക്കറ്റിൽ നിന്നാണ് കെ കുഞ്ഞാലി ജയിച്ചത്. ആ മണ്ഡലം ഉണ്ടായ 2 പ്രാവശ്യം തുടർച്ചയായിട്ട്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആ മണ്ഡലം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലം ഒരു ബാലികാറ മലയൊന്നുമല്ല. അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമൊന്നുമില്ല. അവിടെ അൻവർ ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. കാര്യം ഞങ്ങൾക്ക് അവിടെ പറയാൻ രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചായാലും UDF-നെ സംബന്ധിച്ചായാലും അവരിപ്പോൾ ഒരു അൻവറിനെ ഉയർത്തി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അൻവറിന്റെ കൂടെ വോട്ട് പിടിച്ചുകൊണ്ടോ, അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ആ പാർട്ടിക്കാണ് കേരളത്തിൽ യാതൊരുവിധ വേരോട്ടമില്ലാത്ത തൃണമൂൽ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടുകളാണ്. ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ ഒരു വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കണമെന്നില്ല. ഞാൻ തന്നെ നാളെ ഇടതു മുന്നണിയുടെ UDF-ന്റെ ഭാഗമായി മത്സരിച്ചാൽ ആ പ്രസ്ഥാനത്തിന്റെ വോട്ടുകളാണ് എന്നിലേക്ക് വരുന്നത്. വ്യക്തിക്ക് വളരെ കുറച്ച് വോട്ടുകളാണുള്ളത്. വ്യക്തിക്ക് അത്രയും വലിയ വോട്ടുകളൊന്നുമുള്ള അവിടെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളൊന്നുമില്ല. നേരത്തെ അവിടുന്ന് ആര്യാട് ജയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം LDF-നോ UDF-നും അവിടെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാര്യം അദ്ദേഹത്തിന് അതിന് മാത്രമുള്ള വോട്ടുകളൊന്നുമില്ല. ഒരു മുന്നണി മത്സരങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. BJP അവിടെ നിന്ന് മാറി BDS-ന് കൊടുക്കാൻ പോകുന്നത് എന്താ? BJPക്ക് ആളില്ലാത്തതുകൊണ്ടാണ്. BJPക്ക് ആളില്ലാത്തതുകൊണ്ടല്ല കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ആളില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അപ്പോൾ അവരവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒന്നുകിൽ മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഘടകകക്ഷികളെ മത്സരിപ്പിക്കാനോ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJPക്കോ ഘടകകക്ഷിക്കോ NDA മുന്നണിയിൽ നിന്ന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ വിശ്വാസം. കാര്യം അവരുടെ രാഷ്ട്രീയപരമായ ഒരു നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് കണക്കൂട്ടുന്ന ആളല്ല ഞാൻ. എന്തായാലും NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും. എന്തായാലും ഒരു ശരി, ശ്രീ കാര്യം റഹ്മത്തുള്ള, ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും PV അൻവറിനായി ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതും അൻവറിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമായിരിക്കുമല്ലോ. അൻവർ തുടരും എന്നൊക്കെ പറഞ്ഞാണ് ആ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ തന്നോട് പ്രതിപക്ഷ നേതാവ് വാക്ക് പാലിച്ചില്ല. UDF നേതൃത്വം എടുത്ത തീരുമാനം വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി പറഞ്ഞില്ല എന്ന് പരാതി പറയുമ്പോൾ 1 മാസത്തോളം അല്ലെങ്കിൽ 25 ദിവസം സമയമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് അൻവറുമായി UDF നേതൃത്വത്തിന് സംസാരിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാത്തതിന്റെ ഒരു എതിർപ്പാണ് അൻവർ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, LDF നോക്കി നിൽക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ്, അവരുടെ മതം എന്താണ്, ജാതി എന്താണ് എന്നൊക്കെയാണ്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയുമാണ്. ഷൗക്കത്തിന്റെ പേര് ഒറ്റ പേരിലേക്ക് എത്തി. ഇനി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കിട്ടുമോ എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ ഒരുപാട് ആളുകളെ തോമസ് മാത്യു, അതുപോലെ അബ്രഹാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്രിസ്ത്യൻ പേരുകളുള്ള ആളുകളെ ആര്യാടനെതിരെ മത്സരിപ്പിച്ച് നല്ല പരിചയമുള്ള പാർട്ടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മതി തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF ചെയ്യേണ്ടിയിരുന്നത് തങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ വോട്ടുകളും സമാഹരിച്ചുകൊണ്ട് ഈ സെമി ഫൈനലിൽ ആര്യാടൻ നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്ന 18,000 വോട്ടിനെയും മറികടന്നുകൊണ്ട് ജയിക്കാനുള്ള തന്ത്രങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് എനിക്ക് പറയാൻ. അല്ല, അതിപ്പോൾ എങ്ങനെ കൈമോശം വന്നിട്ടുണ്ട്? ഈ അൻവർ എന്നുള്ള ഒറ്റ ഫാക്ടറിയിൽ തട്ടി അത് എങ്ങനെ കൈമോശം വന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ഇപ്പോഴും ഒരു UDF-ന് പ്ലസ് ഉള്ള ഒരു മണ്ഡലം തന്നെയല്ലേ അത്? മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയ ഒരു മണ്ഡലം ഒക്കെ ശരിയാണ്. അത് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ അങ്ങേയറ്റം ഇടതുപക്ഷത്ത് 2 തവണ MLA ആയ അൻവർ പയറ്റിയത് കൊണ്ടാണ്. CPM-ന് വോട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസ്സുകാരുടെ വോട്ടും ലീഗുകാരുടെ വോട്ടും ഒക്കെ അന്ന് അൻവർ നേടിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ആദ്യ തവണ 11,000 വോട്ടിന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ട്. പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും ഒക്കെ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് അൻവറാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരുന്നത്. അൻവറാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും ഒക്കെ പിടിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരൻവർ കരുത്തനായി നിൽക്കുമ്പോൾ പിണറായിക്കെതിരെ
മറ്റാരും പറയാത്ത രൂപത്തിലുള്ള യുദ്ധമുഖം തുറന്ന അൻവറുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരുന്നെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ വിവാദങ്ങളും ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? അൻവർ ജോയി വരണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെ മുന്നണിയിൽ പോലും ഇല്ലാത്ത ഒരാളുടെ നിർബന്ധത്തിന് അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അണികളോട് എന്ത് പറയും? അതൊക്കെ ഉണ്ടല്ലോ, കോൺഗ്രസ് വഴങ്ങി എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരും. അത് കോൺഗ്രസിന് നല്ലതല്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് PV അൻവർ. കെ സുധാകരൻ ഗ്രൂപ്പ് 4ാം ഗ്രൂപ്പിന് വേണ്ടി നിലമ്പൂരിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് അൻവർ. അങ്ങനെ കോൺഗ്രസിലെ സുധാകരനുമായും മറ്റു നേതാക്കളുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിനുള്ള അടുപ്പം വിലയിരുത്തിക്കൊണ്ട് തന്നെ അവരിലൂടെ അനുനയ നീക്കങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ നടന്നിരുന്നെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ ബഹളങ്ങളും ഒഴിവായുമായിരുന്നു എന്നത് തീർച്ചയാണ്. മാത്രമല്ല, പാണക്കാട് സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും PV അബ്ദുൽ വഹാബിനെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന നേതാവ് കൂടിയാണ് അൻവർ. ഇവരെല്ലാം കൂടി സമ്മർദ്ദം പറഞ്ഞിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ അദ്ദേഹവുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പാളിച്ച പറ്റിയോ ശ്രീ വസന്ത് കോൺഗ്രസിന്? ഒരിക്കലുമില്ല ശ്രീ മഞ്ജുഷ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൻവറിന് ശ്രീ ജോയി വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ റഹമത്തുള്ള പറയുന്നത് പോലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമായി അടുപ്പമുള്ള ബന്ധമുള്ള അൻവർ എന്താണ് ചെയ്യേണ്ടത്? ഒരു രാഷ്ട്രീയ മര്യാദ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കെങ്കിലും ഉണ്ടാവേണ്ട മെച്യൂരിറ്റി, പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്താ? അത് ആ ലീഡർഷിപ്പിന് മുമ്പിൽ പറയുക എന്നുള്ളതാണ്. പക്ഷെ അൻവർ അതാണോ ചെയ്തത്? അല്ല, അൻവർ മാധ്യമങ്ങളുടെ മുമ്പിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അത് അൻവർ അല്ല, വേറെ ആര് തീരുമാനിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ തൽക്കാലം കോൺഗ്രസിന് പറ്റില്ല, സൗകര്യമില്ല എന്നേ പറയാൻ പറ്റൂ. കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റൂ. മറ്റൊരാൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗമല്ലാത്ത, കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധി മുതൽ VD സതീശൻ വരെയുള്ള എല്ലാ നേതാക്കളെയും അസഭ്യം പുലഭ്യം പറഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് രാജിവെക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ രാജിവെച്ചത്, അല്ല. പക്ഷെ അദ്ദേഹം രാജിവെച്ചപ്പോൾ പറഞ്ഞ ആശയങ്ങളോട്, കാര്യങ്ങളോട് ഞങ്ങൾക്ക് താതാമ്യപ്പെടാൻ പറ്റും, ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റും. അതിനോട് ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടുണ്ട്, ഞങ്ങളുടെ സപ്പോർട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ആശയങ്ങളോട്, കാര്യങ്ങളോട്. പക്ഷേ എന്നും വെച്ച് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പോ ശ്രീ റഹമത്തുള്ള പറയുന്നത് പോലെ അദ്ദേഹത്തോട് കൂടി ആലോചിച്ച് അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് എന്നൊക്കെ പറയാൻ, അദ്ദേഹം UDFന്റെ മെമ്പർ അല്ല, സ്റ്റിൽ അല്ല. രണ്ട്, നിലമ്പൂർ മണ്ഡലത്തിൽ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അൻവർ അല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് മുതൽ DCC പ്രസിഡന്റ് ആയിട്ടുള്ള VS ജോയി മുതൽ അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ ഞങ്ങൾക്കുണ്ട്. അവരോടാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത്, അവിടുത്തെ പ്രവർത്തകരോട് ആലോചിക്കേണ്ടത്. അല്ലാതെ അൻവറിനോട് പോയി ആലോചിച്ച് ഒരു തീരുമാനം അതല്ല അല്ല. പക്ഷെ ഇന്ന് അല്ലല്ല, VD സതീശൻ ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് KC വേണുഗോപാൽ പോലും സംസാരിച്ചപ്പോൾ അൻവറിനോടുള്ള സോഫ്റ്റ് കോർണറാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ശരിക്കും VD സതീശനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പറയുന്നത് പിണറായിസത്തിനെതിരെയുള്ള ഒരു വലിയ നീക്കം അൻവർ നടത്തുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ UDFൽ നിന്ന് ഒരു തിക്താനുഭവമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹവും വൈകാരികമായി പ്രതികരിച്ചിരുന്നിരിക്കാം, അതായിരിക്കാം എന്നുള്ളതാണ് KCയുടെ വാക്കുകൾ. KC പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം. KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ എന്ന് അൻവർ പറഞ്ഞിരുന്നുവല്ലോ. KCയുടെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ, ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതി ഒന്നും ആർക്കും ഇല്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല, UDFിൽ ആർക്കും ഇല്ല. എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതെന്നൊക്കെ എനിക്ക് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്ന് KC സംശയിക്കുകയാണ്. അപ്പോൾ അവിടെ വൈകാരികമായിട്ട് പ്രതികരിച്ചിരിക്കാം, അതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു സോഫ്റ്റ് നിലപാടാണ് അൻവറിനോട്. അതായത് പക്ഷെ അൻവർ ആകട്ടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ശ്രീ മഞ്ജുഷ്, KC വേണുഗോപാൽ പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? അൻവർ വൈകാരികമായി പ്രതികരിച്ചതാവാം, ആ വൈകാരികമായ പ്രതികരണം അതിര് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ശ്രീ AK ആന്റണിയും ശ്രീ KC വേണുഗോപാലും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അൻവർ UDFന്റെ പൊതു മിനിമം പരിപാടി അംഗീകരിക്കണം, UDFന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം, UDFന്റെ രാഷ്ട്രീയ തീരുമാനം അംഗീകരിക്കണം. അത് അംഗീകരിക്കാതെ എങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്ക്? അൻവർ ഇല്ലെങ്കിൽ UDFന് തിരിച്ചടി എന്ന് പറഞ്ഞത് K സുധാകരനാണ്.
അല്ലല്ല, അൻവർ ഇല്ലെങ്കിൽ കുറച്ച് വോട്ട് കുറയും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം 10 വർഷമായി അവിടെയുള്ള MLA അല്ലേ, സ്വാഭാവികമായും വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും, ബഹുജനങ്ങളുമായി ബന്ധമുണ്ടാവും. അപ്പൊ ആ വോട്ടിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷെ എന്ന് വെച്ച് UDF അവിടെ തോക്കും എന്നുള്ള വിലയിരുത്തലൊന്നും UDF-നെ സംബന്ധിച്ചില്ല. അൻവർ ഉണ്ടെങ്കിൽ അൻവറിന്റെ കൂടി ഒരു സപ്പോർട്ടോടുകൂടി കുറച്ചുകൂടി മിഴിവുള്ള വിജയം ഉണ്ടാവും. ഇല്ലെങ്കിൽ അൻവർ ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ 3000-4000 വോട്ടിൽ കൂടുതലൊന്നും സ്വാധീനിക്കത്തക്ക ശക്തിയൊന്നും അൻവറിനെ സംബന്ധിച്ച് അവിടെ ഇല്ല. പക്ഷേ അൻവറിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയും. അതാണ് KC വേണുഗോപാലിന്റെ ഉത്തരം. വളരെ ക്ലിയർ ആയി അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അൻവർ രാജിവെച്ച ഒരു സിനാറിയോ ഉണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ പ്രസക്തമാണ്, ഇപ്പോഴും പ്രസക്തമാണ്. അൻവർ എന്തിനാണ് രാജിവെക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഒരു ഗുണ്ടാ സംഘം, ഒരു മാഫിയ തലവൻ അവിടെ ഇരിക്കുന്നുവെന്നും ആ മാഫിയ തലവന് എല്ലാ മൗനാനുവാദവും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അൻവർ മനസ്സിലാവുന്നു. അത് തുറന്നു പറയുന്നു. അത് ഇപ്പോഴും പ്രസക്തമാണ്, ഇപ്പോഴും പൊളിറ്റിക്കലി റെലവന്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ രാഷ്ട്രീയ അനാഥത്വം കൊടുക്കേണ്ടതായി വരില്ല. ഇവിടെ വേറൊരു കാര്യം ചർച്ച ചെയ്യണ്ടേ ശ്രീ മഞ്ജുഷ്? അങ്ങ് തന്നെ ഇവിടെ ഇടതു പ്രതിനിധിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലി തൊട്ട് കുഞ്ഞാലിയുടെ മണ്ഡലത്തിൽ കുഞ്ഞാലിക്ക് ശേഷം ഈ ജില്ല ഉണ്ടായതിനു ശേഷം ആ ജില്ലയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കുഞ്ഞാലിയുടെ ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് കാണിക്ക്. പണ്ടേതോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നികേഷ് കുമാർ ഒരു കിണറ്റിൽ ഇറങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ? ആ കിണറ്റിൽ ഇറങ്ങി തപ്പിട്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ, പേരിനൊരു സ്ഥാനാർത്ഥിയെ, ഇനി ചിഹ്നത്തിലും മത്സരിപ്പിക്കേണ്ടതേ, ഒരു സ്വതന്ത്രനായിട്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ആർജവം കാണിക്കണ്ടേ? അപ്പോൾ അവർ പറയും ഞങ്ങളുടെ പ്രൊസീജിയർ ഇതല്ല, LC പറയണം, LC AC പറയണം, AC കൊടുക്കുക സംസ്ഥാന കമ്മിറ്റി പറയണം, അങ്ങനെയാണ്. ഇതേ പ്രൊസീജിയർ കോൺഗ്രസിനും ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ KPCC യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവിനെയും PCC അധ്യക്ഷനെയും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവർ ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തി. ആ പേര് ഹൈക്കമാൻഡിന് കൈമാറി, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ പ്രൊസീജിയർ. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഈ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ മാത്രമല്ലല്ലോ വിളിച്ചു പറഞ്ഞത്. ഇതാ കോൺഗ്രസ് കേട്ടോ, ഇത് അൻവർ രാജിവെച്ചിട്ടുണ്ട് കേട്ടോ, CPM-നോട് ഇപ്പൊ പറയാൻ പോകണ്ട, നിങ്ങൾ സ്ഥാനാർത്ഥി കണ്ടുപിടിച്ചോളൂ എന്നല്ലല്ലോ. അൻവർ രാജിവെച്ചത് നിങ്ങൾ പറഞ്ഞതല്ലേ? എന്നിട്ട് അതിനുശേഷമല്ലേ നിങ്ങളുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നത്? എന്തുകൊണ്ടാണ് ആസന്നമായ തെരഞ്ഞെടുപ്പിനെ പറ്റി ആ ജില്ലാ സമ്മേളനത്തിൽ പോലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റാതെ പോയത്? കാരണം അവിടെ ഈ പറയുന്ന വന്ദേ ഭാരതിന് തലവെക്കാൻ ആരുമില്ല. അദ്ദേഹം സംസ്ഥാന അംഗങ്ങളോട് പറഞ്ഞാൽ നാളെ മത്സരിക്കില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബലിയാടാവാൻ തൽക്കാലം ഞാനില്ല എന്ന് സ്വരാജ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ബലിയാടാവാൻ തൽക്കാലം ആരെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നത് കണ്ടുപിടിച്ച് ഏറ്റവും കൂടുതൽ ആ കിണറ്റിൽ നിന്നെങ്കിലും ഒരു തവളയെങ്കിലും പിടിച്ച്, ആ കിണറ്റിൽ തപ്പി കിട്ടുന്ന തവളയെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ഞങ്ങളിലേക്ക് കണ്ണും നട്ടിരുന്നാൽ മതി, ഞങ്ങളുടെ പറമ്പിലെ പുല്ല് കണ്ട് അയവറക്കാൻ ഇറങ്ങിയാൽ മതി. ശരി, ശ്രീ ബലദേവ് അതിനുള്ള മറുപടി. ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ വായിൽ വരുന്ന വിവരക്കടക്കം പറഞ്ഞാലൊന്നും മറുപടി വരേണ്ട കാര്യമില്ല. കാര്യം മുന്നണിയെ സംബന്ധിച്ച് മുന്നണി രാഷ്ട്രീയമാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ മുന്നണിയിൽ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ നിലമ്പൂർ മണ്ഡലം അല്ല, കേരളത്തിലെ 140 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് നാളിതുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പലപ്പോഴും തമ്മിലടിയും KPCC അധ്യക്ഷന്റെ കസേര എടുത്തെറിയുകയും മുണ്ടുനോക്കി കാണിക്കുകയും KPCC പ്രസിഡന്റിനെ ചീത്ത വിളിക്കുകയും പിന്നെ സ്ഥാനാർത്ഥികൾ തലമുടി മുട്ടയടിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാമല്ലോ രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരികയൊക്കെ ചെയ്തൊക്കെ കോൺഗ്രസിന്റെ ഒക്കെ പാരമ്പര്യം. അത് ഇടതുപക്ഷത്തിന്റെ ഒന്നും പാരമ്പര്യമില്ല. ഐക്യമഹിളാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം KPCC ഓഫീസിന് മുമ്പിൽ ചെന്നിരുന്ന് തലമുടി മുട്ടയടിച്ച് ചിറങ്ങി വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ചേർന്നത്. അങ്ങനെ എത്രയോ പേര് സീറ്റ് കിട്ടാതെ KPCC ഓഫീസിൽ തമ്മിലടിച്ച് KPCC പ്രസിഡന്റ് മുണ്ടും വലിച്ചേറി ചിറങ്ങിയ പാരമ്പര്യമൊക്കെ ഉണ്ട്. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിൽ CPM മാത്രമല്ല ഘടകകക്ഷികൾക്കും അങ്ങനെ ഒരു രീതിയില്ല. കൊച്ചു കക്ഷികളായിരുന്നാൽ പോലും അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആ പാർട്ടി തീരുമാനിച്ച് എന്നിട്ട് അതിനുശേഷം മുന്നണി നേതൃത്വം അറിയിക്കുകയും മുന്നണി നേതൃത്വം LDF കൺവീനറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനകത്ത് തർക്കമൊന്നുമില്ല. ഇപ്പോഴെങ്കിലും ഉണ്ടാവുമോ സ്ഥാനാർത്ഥി? അല്ലല്ലേ, ഇത്തവണ ദിവസങ്ങൾ വളരെ കുറവാണ്, പ്രചാരണത്തിന് ദിവസങ്ങൾ വളരെ കുറവാണ്. ഇപ്പോഴല്ലല്ലോ, അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ വർഷങ്ങളായിട്ടുള്ള തീരുമാനമാണ്. ഇത്ര ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇലക്ഷൻ വരുമെന്നുള്ള കാര്യം അറിയാവുന്നതായിരുന്നുവല്ലോ. കോൺഗ്രസ് UDF കണ്ടോ നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയായി. അവിടെ തർക്കം പോലും ഉണ്ടായിരുന്നു. ഈ അന്നുണ്ടാക്കിയ ഓരോ കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ടാണ് കോൺഗ്രസും UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ ആണല്ലോ ഇപ്പൊ 4 ദിവസം കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ ഇപ്പം തുടർച്ചയായിട്ട് 3 ദിവസം UDF-മായി ബന്ധപ്പെട്ട് അൻവറുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നത്. എന്തുകൊണ്ടാണ്?
അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ മുന്നണിയിൽ ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് UDF-നും പിന്തുണ കൊടുത്ത ഒരു പ്രമുഖ വ്യക്തി, 10 വർഷം MLA ആയിട്ടിരുന്ന ആള്, അദ്ദേഹം ഉയർത്തിയ കൊടുങ്കാറ്റാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നലെയും പല ആളിലും ചർച്ച ചെയ്തു. അതെല്ലാം ആരെ ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസിന്റെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. LDF-ൽ അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഇവിടെ അങ്ങനെ ചർച്ചയും വഴക്കമൊന്നും ഉണ്ടാകത്തില്ല. അത് ജയമോ തോൽവിയൊക്കെ രാഷ്ട്രീയത്തിൽ ഒരാൾക്കല്ലേ ഒരു ഇലക്ഷൻ. ഇത് റണ്ണേഴ്സ് അപ്പിന്റെ ട്രോഫി എന്ന് കിട്ടുന്നതല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരാളെ ജയിക്കും. 150 മണ്ഡലത്തിൽ 10,000 പേര് മത്സരിച്ചാലും 140 പേരെ ജയിക്കും. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരാളെ ജയിക്കും. അതിന് തർക്കമൊന്നുമില്ല. അത് ജയിക്കട്ടെ, അത് ജനം വോട്ട് ചെയ്യട്ടെ. ആരും ഇവിടെ LDF ജയിക്കുകയോ UDF ജയിക്കാനും ചെയ്തോട്ടെ. അപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലാത്തത് കൊണ്ട് ഇടതുപക്ഷം അടങ്ങ് പരാജയപ്പെട്ടു എന്നുള്ള വിലയിരുത്തലൊക്കെ വിഡ്ഢികളുടെ സ്വപ്നം മാത്രമാണ്. ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് തന്നെ ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ആ മണ്ഡലത്തിന് അനുയോജ്യമായ സ്ഥാനാർത്ഥി 1-2 ദിവസം ശരി, വെള്ളിയാഴ്ച നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷാക്കിർ, നേരത്തെ സ്ഥാനാർത്ഥിയെ കിട്ടിയതിന്റെ ആ ഒരു ഗുണമെടുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലമ്പൂരിൽ ഉണ്ടായിരിക്കുകയാണ്. ആര് പറഞ്ഞു? നിങ്ങൾ ഈ അടിസ്ഥാനപരമായി നിലമ്പൂരിലെ പ്രാദേശികമായിട്ടുള്ള അല്ലെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുക. ഐക്യജനാധിപത്യ മുന്നണി വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ആര്യടൻ ഷൗക്കത്ത് പ്രഖ്യാപിച്ച അന്ന് മുതൽ നിയോജകമണ്ഡലം സജീവമാണ്. പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു, വോട്ടർമാരെ കാണുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും മുന്നണിയുടെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ പെട്ടിയിൽ വീഴുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെ മൈക്ക് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്താണുള്ളത്, ഈ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ യഥാർത്ഥത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ടത് നമ്മളെ കേരളക്കരയിലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം സർക്കാർ, ആ മോശം സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിപ്പിച്ച ഒരു MLA കേരളത്തിൽ ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞ് രാജിവെച്ച് ഇപ്പോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പൊ നേരത്തെ CPM-ന്റെ സുഹൃത്ത് പറഞ്ഞു നോക്ക്. നിങ്ങൾ പല ആളുകളും പിന്നെ കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാരൊക്കെ CPM-ലേക്ക് വന്നു. നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്? അതിന് ആരാണ് കാരണക്കാരൻ? ഇവര് 2 തവണ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച അൻവറല്ലേ? അൻവർ രാജിവെച്ചത് കൊണ്ടല്ലേ, CPM-ൽ നിന്ന് പോകുന്നത് കൊണ്ടല്ലേ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്? ആ ഉപതെരഞ്ഞെടുപ്പിൽ അതേ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ പരിശോധിക്കേണ്ടത്, ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട. സത്യത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പ് വഴി കേരളത്തിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണ്? അത് ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ കഴിഞ്ഞ 9 വർഷക്കാലം കേരളം ഭരിച്ചിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാർ കേരളക്കാർക്ക്, മലയാളികൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ എന്താണ്, പദ്ധതികൾ എന്താണ്? അതൊന്നും ചർച്ചയാക്കാതെ വിവാദങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്ന ഈ ശൈലി മലയാള മാധ്യമങ്ങൾ കുറച്ച് കുറക്കണമെന്നാണ് വളരെ വിനീതമായ സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ UDF-ന് വിന്നിംഗ് ചാൻസ് ഉണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള വികാരം തന്നെയാണ്. കാരണം അവിടുത്തെ MLA തന്നെ രാജിവെച്ച് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അത് പക്ഷേ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇല്ലാതാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, തെറ്റാണ്. ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോ പിന്നെ ആളുകൾ പരിഗണിക്കുന്നത്. വോട്ടർമാർ അതായിരിക്കും പരിഗണിക്കുക പ്രധാനം. നമുക്ക് നോക്ക്, അടിസ്ഥാന വർഗത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിലക്കയറ്റം നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിയാവട്ടെ, മറ്റു ഭക്ഷ്യസാധനങ്ങളാവട്ടെ, കറണ്ട് ആവട്ടെ, വെള്ളമാവട്ടെ, നികുതികളാവട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിലവർദ്ധനവുണ്ടാക്കി, വിലക്കയറ്റമുണ്ടാക്കി അഴിമതി നടത്തുന്ന ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഏതെങ്കിലും വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് നിരന്തരമായി ചർച്ച ചെയ്യുന്നത്. ഒരു വ്യക്തിയെയും നമ്മൾ നിസ്സാരമായി കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വോട്ടും നിർണായകമാണ്. അത് എങ്ങനെയെങ്കിലും അവരവരുടെ പെട്ടിയിലാക്കാൻ എല്ലാവരും ശ്രമം നടത്തും. നേരത്തെ നമ്മൾ മറ്റു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാവാണ് ആര്യടൻ ഷൗക്കത്ത്. KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദവികളിരിക്കുന്നു. എന്നാൽ CPM-ന്റെ പ്രധാന നേതാവ് ആ മണ്ഡലത്തിലുണ്ടല്ലോ. എന്തേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവാത്തത്? ഇവരുടെ ഭരണം ഉഷാറാണെങ്കിൽ, ഇവർ 5 തവണ ജയിച്ച മണ്ഡലമാണെന്ന് ഇവർ വലിയ വർത്തമാനം പറയുന്ന ഇവര് എന്തുകൊണ്ട് സ്വരാജിനെ മത്സരിപ്പിക്കുന്നില്ല? നിങ്ങൾ നോക്ക്, ഇപ്പോഴും ഇവർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞ് സകല വീടുകൾ കയറി ഇറങ്ങാണ്. ഇവരെ പേടിച്ച് ആളുകൾ വാതിൽ പിടിച്ചിടുകയാണ്, ഇവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇവർ എത്ര ആളുകൾ മാനം കെടുത്തി. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു അല്ലേ? എന്നിട്ട് അദ്ദേഹത്തെ വെറുതെ പരിഹാസ കഥാപാത്രമാക്കി വലിയ തോൽവി ഏറ്റുവാങ്ങി. ഇപ്പൊ ഡോക്ടർ സരിനെ പാലക്കാട്ട് മത്സരിപ്പിച്ചു, വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു, വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട് തിരിച്ചുപോയി. ഇപ്പൊ നിലമ്പൂരിലും അതിനേക്കാൾ ഭയാനകരമായ തോൽവിയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതും മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഈ വരുന്ന 23-ാം തീയതി റിസൾട്ട് വരുമ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ എക്കാലത്തെയും ദുർഭരണാധികാരിയുടെ മൂർധാവിൽ നിൽക്കുന്ന അടിയായിരിക്കും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ശരി, ശ്രീ KPO റഹ്മത്തുള്ള, ഇത് ഷാക്കിർ പറഞ്ഞത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. കാരണം അങ്ങനെ
സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഈ നിസാരനായി അൻവറിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ UDF-നെ പ്രതിരോധത്തിലാക്കേണ്ട കാര്യമുണ്ടോ? ഈ 70% മലയോര വോട്ടർമാരുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ വന്യജീവി ആക്രമണം അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. അൻവറോ UDF-ഓ ആര് എങ്ങനെയൊക്കെ ഭിന്നിച്ചു നിന്നാലും സർക്കാരിനെതിരെ ബാലറ്റിലൂടെ വിധി എഴുതാനുള്ള വലിയ ശ്രമത്തിലാണ് ജനങ്ങൾ എന്നാണ് നിലമ്പൂരിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 തവണ ഇടതുപക്ഷം ജയിച്ചു എന്ന് CPM പ്രതിനിധി പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 8 തവണ ഇവിടെ നിന്നും MLA ആയത് ആര്യാടനാണ്. 2 തവണ MP ഗംഗാധരൻ ജയിച്ചിട്ടുണ്ട്. ആര്യാടൻ ഈ കോൺഗ്രസ് A വിഭാഗം LDF-നോടൊപ്പം നിന്നപ്പോൾ അവിടെ വിജയിച്ചത് C ഹരിദാസ് എന്ന് പറയുന്ന MLA ആണ്. അദ്ദേഹം ആര്യാടന് മന്ത്രിയാകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ആര്യാടൻ അവിടെ മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മണ്ഡലമാണെങ്കിലും ആര്യാടൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അൻവർ വന്ന് 11,000 വോട്ടിന് അദ്ദേഹത്തിന്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയത്. 2ാം തവണ അദ്ദേഹം 2,700-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അൻവറിനെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ K. സുധാകരനാണ്. അതുപോലെ അൻവറിനെ വഴിയിൽ നിർത്തേണ്ടതില്ല എന്ന് പറയുന്നത് കോൺഗ്രസിലെ 2ാമനായ KC വേണുഗോപാലാണ്. ഈ ആലോചനകളും ഈ ധാരണകളുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബഹളമൊക്കെ ഒഴിവാക്കി നല്ല ഒരവസ്ഥയിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ആ ഒരു മേൽക്കൈ നേടാൻ UDF-ന് സാധിക്കുമായിരുന്നു എന്നതാണ് സത്യം. മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഉന്നത നേതാക്കളുമൊക്കെ ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായി ഇടപെടുന്നുണ്ട്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഈ കാറ്റും കോളുമൊക്കെ അകന്ന് ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ കൂടി അംഗീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വൈകിയാണെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ അംഗീകരിക്കും എന്ന് ഇപ്പോൾ VD സതീശൻ എന്ന് പറഞ്ഞ കാര്യം, VD സതീശൻ ഇന്നലെ കൃത്യമായിട്ട് കാര്യം അവതരിപ്പിച്ചയാളാണ്. അൻവറിന് വേണമെങ്കിൽ സഹകരിക്കാം, അൻവറിന് സഹകരണം നോക്കിക്കൊണ്ടായിരിക്കും അടുത്ത തീരുമാനം കോൺഗ്രസും UDF-ഉം എടുക്കുകയെന്ന് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും ഇന്നലത്തെ നിലപാടിൽ അദ്ദേഹം ഒട്ടും മാറ്റം വരുത്തിയിട്ടില്ല. സതീശന്റെ വാക്കുകളിലേക്ക്. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. അവസാന ഏറ്റവും ലളിതമായ കാര്യത്തിലാണ്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു വസന്ത്, വേണുഗോപാൽ പറഞ്ഞതും സതീശൻ പറഞ്ഞതും ഒരേ കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല തോന്നുന്നത്. അത് മാത്രമല്ല K. സുധാകരൻ പറഞ്ഞതും താങ്കൾ വ്യക്തമായി കേട്ടുവല്ലോ, അതും സതീശൻ പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. അല്ല, എല്ലാ നേതാക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് ഓഫ് എന്താ പറയുന്നത് ചേർന്ന് പോകുന്ന കാര്യം. അത് UDF-ന്റെ പൊതു മിനിമം പരിപാടിയെ അംഗീകരിക്കണം എന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥി അംഗീകരിക്കുക എന്നത് അതിന്റെ ഭാഗമാണ്, ആ പാക്കേജിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കാത്ത ഒരാളെ LDF-ൽ നിർത്താൻ പറ്റുമോ? BJP NDA-യിൽ നിർത്താൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ന്യൂസ് 18 ചർച്ചയ്ക്ക് വരുന്നു, മഞ്ജുഷിന്റെ ചർച്ചയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാളെ ന്യൂസ് 18 എനിക്ക് തോന്നുന്ന ആളുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ സ്വാഭാവികമായും UDF-ന്റെ പൊതുമിനിമം പരിപാടി അദ്ദേഹം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അൻവറും ഞങ്ങളുടെ കൂടെ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാര്യം അദ്ദേഹം ഉയർത്തിയ ചില ആരോപണങ്ങൾ, പൊളിറ്റിക്കൽ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിലുമുണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുമുണ്ട്. സ്വാഭാവികമായും അത് എൻകാഷ് ചെയ്യുക എന്നത് UDF-നെ സംബന്ധിച്ച് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അൻവർ കൂടി ഉണ്ടാവുമ്പോൾ ആ ഒരു എന്താ പറയുന്ന ആക്കം കൂടും, പിണറായിക്കെതിരായിട്ടുള്ള വികാരത്തിന്റെ ആക്കം കൂടും എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ മുന്നണിയിലെ എല്ലാവരെയും അസഭ്യം പറയാനും പുലഭ്യം പറയാനും, മുന്നണിയിലുള്ള എല്ലാവരെ പറ്റിയും, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി X or Y ആവട്ടെ, അത് ആര്യാടൻ ഷൗക്കത്തോ VSTയോ ആരുമാവട്ടെ, ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ആ സ്ഥാനാർത്ഥിയെ പറ്റി കൂടി മോശം പറഞ്ഞ് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ശരിയല്ല. പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അൻവറിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാം. കാര്യം അദ്ദേഹം ആ മണ്ഡലത്തിൽ രാജിവെച്ച MLA ആണ്, 10 വർഷത്തോളമായി അവിടെ ഉണ്ടായിരുന്ന MLA ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷേ UDF
ചേർന്ന് കോൺഗ്രസിനെ ഏൽപ്പിക്കുകയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നേരിട്ട്, അതിനപ്പുറത്ത് ഒരാളില്ല ഈ പാർട്ടിയിൽ, അഖിലേന്ത്യാ പ്രസിഡന്റ് നേരിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുഖേന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെപ്പറ്റി മോശം പറയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല, രാഷ്ട്രീയ തിരുത്തുവാനും പി വി അൻവർ തയ്യാറായിട്ടില്ല. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പി വി അൻവർ UDF-നൊപ്പം നിൽക്കുമോ? നിൽക്കുമെന്ന് 66% പ്രേക്ഷകർ, ഇല്ല എന്ന് 29%. ഫൈൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.